ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ നമ്മളിൽ ഭൂരിഭാഗം ആളുകളുടെയും ഫസ്റ്റ് റോൾ മോഡൽ എന്ന് പറയുന്നത് വാറൻ ബഫറ്റ് ആയിരിക്കും അല്ലേ. ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന് വളരെ വലിയ വിസ്ഡം നൽകി മുന്നോട്ട് നയിച്ചിട്ടുള്ള ഒരു ഐക്കണിക് ഫിഗർ തന്നെയാണ് അദ്ദേഹം. പക്ഷേ ഇന്ന് വാറൻ ബഫറ്റ് എന്ന ഈ ഇതിഹാസം പോലും ശ്രദ്ധിക്കുന്ന മറ്റൊരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അത് മറ്റാരുമല്ല, ഓക്ട്രീ ക്യാപിറ്റൽ മാനേജ്മെന്റിന്റെ കോ ഫൗണ്ടറും കോ ചെയർമാനുമായ ഹൊവാർഡ് മാർക്സ് ആണ്. വളരെ സമ്മർദ്ദമുള്ള അസറ്റുകളിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന, അനിശ്ചിതാവസ്ഥകളെ പോലും അവസരങ്ങളാക്കി മാറ്റുന്ന ഇദ്ദേഹത്തിന്റെ നെറ്റ് വർത്ത് $2.2 ബില്യൺ ആണ്. മാർക്സിനെ വേറിട്ട് നിർത്തുന്ന മറ്റൊരു കാര്യം അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജികളിലേക്ക് വെളിച്ചം വീശുന്ന തോട്ട് പ്രൊവോക്കിംഗ് ആയ അദ്ദേഹത്തിന്റെ മെമ്മോകളാണ്. ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ നോക്കിക്കാണുന്ന രീതികളെ റീഡിഫൈൻ ചെയ്ത അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു ഗ്ലോബൽ ഫിഗർ ആക്കി മാറ്റുകയുണ്ടായി. വാറൻ ബഫറ്റ് വരെ പറയുകയുണ്ടായി, എന്റെ മെയിലിൽ ഹൊവാർഡ് മാർക്സിൽ നിന്നുമുള്ള മെമ്മോസ് വന്നത് കാണുമ്പോൾ അതാണ് ഞാൻ ഏറ്റവും ആദ്യം തുറന്ന് വായിക്കുന്നത് എന്ന്. അപ്പോൾ ഈ വീഡിയോയിൽ മാർക്സിന്റെ അടുത്ത് നിന്ന് നമുക്ക് പഠിക്കാവുന്ന ടോപ്പ് 8 ഇൻവെസ്റ്റ്മെന്റ് ലെസൺസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് വെറും സ്ട്രാറ്റജികൾ മാത്രമല്ല, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ജേണിയെ ട്രാൻസ്ഫോം ചെയ്യാൻ റെഡിയാക്കുന്ന ഫിലോസഫികൾ കൂടിയാണ്. അപ്പോൾ തുടങ്ങുന്നതിന് മുൻപ് ഇതുവരെയും നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യാൻ വേണ്ടി ഓർമ്മിക്കുകയാണ്. ഇൻവെസ്റ്റിംഗ്, പേഴ്സണൽ ഫിനാൻസ്, സ്റ്റോക്ക് മാർക്കറ്റ് ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ക്വാളിറ്റിയുള്ള കോണ്ടന്റുകൾ ഓരോ ദിവസവും നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കണ്ട. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേസ് വീഡിയോ. ഒന്നാമത്തെ ലെസൺ റിസ്ക് മാനേജ്മെന്റ് ആണ്. ഇൻവെസ്റ്റിംഗിലുള്ള റിസ്കിനെ വോളറ്റിലിറ്റി ആയിട്ടല്ല ഹൊവാർഡ് മാർക്സ് കാണുന്നത്, പകരം നമ്മൾ നിക്ഷേപിച്ച പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയായിട്ടാണ്. റിസ്ക് ഒഴിവാക്കാനല്ല, അത് മാനേജ് ചെയ്യുന്നതാണ് ഇദ്ദേഹത്തിന്റെ അപ്രോച്ച്. ഇതിലെ പ്രധാന സ്ട്രാറ്റജികൾ ഇവയൊക്കെയാണ്. നമ്മുടെ റിസ്ക് ടോളറൻസ് അഥവാ റിസ്ക് എടുക്കാനുള്ള ശേഷി മനസ്സിലാക്കുക, പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യുക, നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായിട്ട് ചേർന്ന് പോകാൻ പാകത്തിൽ കൃത്യമായ ഇടവേളകളിൽ അത് റീബാലൻസ് ചെയ്യുക, ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, ഒരു ലക്ഷ്യം കേന്ദ്രീകരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്. നല്ല ഇൻവെസ്റ്റേഴ്സും ഗ്രേറ്റ് ഇൻവെസ്റ്റേഴ്സും തമ്മിൽ വേർതിരിക്കുന്നതിൽ ഇന്റലിജന്റ് റിസ്ക് ടേക്കിങ്ങിനുള്ള പ്രാധാന്യം അദ്ദേഹം എടുത്തു പറയുന്നു. കുറഞ്ഞ വില എപ്പോഴും കുറഞ്ഞ റിസ്കിനെ തന്നെ സൂചിപ്പിക്കണമെന്നില്ല എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. റിസ്ക് എടുക്കുന്നതിൽ കാര്യമുണ്ടോ, അത് വേർത്ത് ആണോ എന്ന് തീരുമാനിക്കുന്നതിലും കണ്ടുപിടിക്കുന്നതിലുമാണ് കാര്യമെന്ന് അദ്ദേഹം നമ്മളെ ഓർപ്പിക്കുന്നു. അടുത്ത ലെസൺ, കോൺട്രേറിയൻ ഇൻവെസ്റ്റിംഗ്. നമ്മളെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഇത്. ഇതെന്താണ് സംഭവം? ആൾക്കൂട്ടത്തിന് വിപരീതമായിട്ട് മുന്നോട്ട് പോവുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അണ്ടർ വാല്യൂഡ് ആയ അല്ലെങ്കിൽ ആളുകളുടെ കണ്ണിൽ തടയാത്ത ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റികൾ കണ്ടെത്തുന്നതാണ് ഈ സ്ട്രാറ്റജി. ഇനി പറയുന്ന കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അധികം അറിയപ്പെടാത്ത സ്റ്റോക്കുകൾ സ്കാൻ ചെയ്യുക, അണ്ടർ വാല്യൂഡ് കമ്പനികളെ ഇവാലുവേറ്റ് ചെയ്യുക, പ്രത്യേക സാഹചര്യങ്ങളോ വിവാദങ്ങളോ നേരിടുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പരിഗണിക്കുക. ലൈക്ക് ഇപ്പോൾ ബാങ്ക്രപ്സിക്ക് ശേഷം ഒരു കമ്പനി റീഓർഗനൈസ് ചെയ്യുന്നത് പോലെയുള്ള സിറ്റുവേഷൻ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ സമ്മർദ്ദമേറിയ സെക്ടറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലോങ് ടേം റിവാർഡുകൾ നൽകിയേക്കാം എന്നും അദ്ദേഹം അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട്. ഈ കോൺട്രേറിയനിസത്തിൽ വിജയം ഉണ്ടാക്കുന്നത് ഭൂരിഭാഗം ആളുകളും എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുകയും എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത് എന്നും അതിൽ അവർക്ക് എവിടെയൊക്കെയാണ് തെറ്റു പറ്റാവുന്നത് എന്നും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ്. ഡിഫറെന്റ് ആകാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുക എന്നതല്ല, മറ്റുള്ളവർ മിസ്സാക്കുന്ന ഒളിഞ്ഞു കിടക്കുന്ന ഓപ്പർച്യൂണിറ്റികൾ കണ്ടുപിടിക്കുക എന്നതാണ് ഇവിടുത്തെ കാര്യം. അടുത്ത ലെസൺ, സൈക്കിൾസ്, ദ അപ്സ് ആൻഡ് ഡൗൺസ്. ഇൻവെസ്റ്റിംഗിൽ 2 റൂളുകൾ ഹൊവാർഡ് മാർക്സ് എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, മാർക്കറ്റ് സൈക്കിളുകളായിട്ടാണ് മൂവ് ചെയ്യുന്നത് എന്നും, 2, ആളുകൾ ഇതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കുമ്പോഴാണ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് സംഭവിക്കുന്നത് എന്നുമാണ് ഈ 2 കാര്യങ്ങൾ. ബുൾ മാർക്കറ്റുകളിൽ സംഭവിക്കുന്നത് ഭയങ്കരമായ ആവേശവും ഉത്സാഹവും ഹൈ റിസ്ക് ടോളറൻസും ഒക്കെ ആണെങ്കിൽ, ബെയർ മാർക്കറ്റിൽ ഉള്ളത് ഫിയർ ആണ്, പേടിയാണ്. മുൻകാലങ്ങളിലെ സൈക്കിളുകളിൽ നിന്നും പഠിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഉദാഹരണത്തിന് 2008 ഉണ്ടായ .com ബബിൾ പോലെ. ഈ സൈക്കിളുകളെ കുറിച്ച് നന്നായി മനസ്സിലാക്കാനുള്ള വഴി എന്ന് പറയുന്നത് പ്രതീക്ഷ, റിസ്ക് ടോളറൻസ്, അവനവന്റെ ക്യാപിറ്റൽ എന്നിവ ബാലൻസ് ചെയ്യുന്നതിലും പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സെൽഫ് അവയർനെസ്സിലുമാണ്. ബുൾ മാർക്കറ്റിൽ കൂടുതൽ ശ്രദ്ധാലുവാകുക, ബെയർ മാർക്കറ്റിലെ ഓപ്പർച്യൂണിറ്റികൾ കണ്ടുപിടിക്കുക. കാരണം ആളുകളുടെ ഇൻവെസ്റ്റ്മെന്റ് തീരുമാനങ്ങളെ അവരുടെ ഇമോഷൻസ് വളരെയധികം സ്വാധീനിക്കാറുണ്ട്. അടുത്ത ലെസൺ, സെക്കൻഡ് ലെവൽ തിങ്കിങ്ങിനെ കുറിച്ചാണ്. ഫസ്റ്റ് ലെവൽ തിങ്കിങ് എന്നൊരു സംഭവമുണ്ട്. അതായത് ക്വിക്ക് ആൻഡ് ഈസി ആയ സൊല്യൂഷൻസിൽ എത്തിച്ചേരുന്നതാണ് ഇത്. ഇതിനപ്പുറത്താണ് ഇൻവെസ്റ്റിംഗ് എന്നാണ് മാർക്സ് പറയുന്നത്. സെക്കൻഡ് ലെവൽ തിങ്കേഴ്സ് ആഴത്തിൽ ചിന്തിച്ച് ഒരാൾക്ക് വർക്കാകുന്നത് മറ്റൊരാൾക്ക് വർക്ക് ആയേക്കില്ല എന്ന് മനസ്സിലാക്കും. അവർ ചോദ്യങ്ങൾ ചോദിക്കും, കാര്യങ്ങൾ അനലൈസ് ചെയ്യും, വളരെ പ്രകടമായ കാര്യങ്ങൾക്കപ്പുറത്തുള്ളവ അന്വേഷിച്ചുകൊണ്ട് അണ്ടർ വാല്യൂഡും ആളുകൾ ശ്രദ്ധിക്കാത്തതുമായ ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കും. മാർക്സിന്റെ അഭിപ്രായത്തിൽ ഇൻവെസ്റ്റിംഗ് വെറും മെക്കാനിക്കൽ ആകാതെ കാര്യങ്ങൾക്കനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആയിരിക്കണമെന്നാണ്. 5ാമത്തെ ലെസൺ, ദ റോൾ ഓഫ് ലക്ക്.
ഹൊവാർഡ് മാർക്ക് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റിൽ നിന്നുമുള്ള ഔട്ട്കം എങ്ങനെയാണ് എന്നുള്ളതിൽ ഭാഗ്യത്തിനും നല്ലൊരു റോൾ ഉണ്ട് എന്നുള്ളതാണ്. നല്ല തീരുമാനങ്ങളും മോശം തീരുമാനങ്ങളും അൺഎക്സ്പെക്റ്റഡ് റിസൾട്ട്സ് തന്നേക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ എപ്പോഴും ശരിയായിരിക്കുക, ലക്കി ആയിരിക്കുക എന്നത് നടക്കാൻ പോകുന്ന കാര്യമല്ല, ഇമ്പോസിബിൾ ആണ്. പക്ഷേ എന്നാലും ഇൻവെസ്റ്റേഴ്സിന് അവരുടെ ലക്ക് മെച്ചപ്പെടുത്താനുള്ള പണികൾ എടുക്കാൻ പറ്റും. അധികം ആരും നോട്ടമിടാത്ത ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തിയും സ്പെഷ്യൽ ഇവന്റുകൾ ഉണ്ടാകുമ്പോൾ അത് മുതലെടുത്തും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഹാർഡ് വർക്ക് ആൻഡ് സ്കിൽ ഇത് രണ്ടും എസെൻഷ്യൽ ആണ്, ഒരു സംശയമില്ല. ബട്ട് മാർക്സ് നോട്ട് ചെയ്യുന്ന ഒരു കാര്യം, വളരെ ശ്രദ്ധയോടെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് പോലും തുടർച്ചയായ വിജയങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഭാഗ്യത്തിന്റെ ഒരു ടച്ച് കൂടെ വേണം എന്നാണ്. കാരണം അൾട്ടിമേറ്റ്ലി ഇൻവെസ്റ്റിംഗ് സക്സസ് ഇരിക്കുന്നത് ഒരു റൈറ്റ് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നതിൽ മാത്രമല്ല, ആ പോർട്ട്ഫോളിയോ ഒരു അനുകൂലമായ എൻവയോൺമെന്റിലേക്ക് എത്തുന്നിടത്ത് കൂടിയാണ്. അതുകൊണ്ട് ലക്കിന് ഒരു റോൾ ഉണ്ട് എന്ന് അംഗീകരിക്കേണ്ടത് ഒരു നെസസറി ഇൻവെസ്റ്റ്മെന്റ് സ്കില്ല് തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സിക്സ്ത് ലേണിംഗ് എന്ന് പറയുന്നത് എംബ്രേസ് ദ ഡിപ്പ്. ഹൊവാർഡ് എടുത്തു പറയുന്ന ഒരു കാര്യം, ഇൻവെസ്റ്റ്മെന്റിൽ ലോ പ്രൈസുകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മുടെ ബ്രെയിനിനെ റീവയർ ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. ഒരു പ്രൊഡക്റ്റിന്റെ വില കുറയുമ്പോൾ കൺസ്യൂമേഴ്സ് സാധാരണയായിട്ട് അത് കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങുമല്ലോ. ഈ മൈൻഡ് സെറ്റ് ഇൻവെസ്റ്റ്മെന്റിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്റ്റോക്ക് പ്രൈസിൽ ഒരു കുറവുണ്ടാകുമ്പോൾ കുറഞ്ഞ ചെലവിൽ അത് വാങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അതിനെ കണക്കാക്കുകയും അങ്ങനെ ലോങ് ടേമിൽ ലാഭം ഉണ്ടാക്കാനുള്ള സാധ്യത തുറന്നിടുകയും ചെയ്യണം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ടെലികോം സ്റ്റോക്ക് എടുക്കാം. അത് ലോങ് ടേമിൽ നല്ല മികച്ച റിട്ടേൺസ് നൽകാൻ സാധ്യതയുണ്ട് എന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. കുറച്ച് ദിവസത്തേക്ക് അതിന്റെ പ്രൈസ് 5 to 8% കുറഞ്ഞു. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ ടെൻഷൻ അടിക്കുകയല്ല വേണ്ടത്, പകരം സാറ്റിസ്ഫൈഡ് ആവുകയാണ് വേണ്ടത്. കാരണം അയാൾക്ക് കുറഞ്ഞ വിലയിൽ അത് അപ്പോൾ വാങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി 7th ലെസൺ, മാർജിൻ ഓഫ് സേഫ്റ്റി. ബെഞ്ചമിൻ ഗ്രഹാമിന്റെ മെയിൻ കൺസെപ്റ്റായ മാർജിൻ ഓഫ് സേഫ്റ്റി ബിൽഡ് ചെയ്തുകൊണ്ട് ഹൊവാർഡ് മാർക്സ് സംസാരിക്കുന്നുണ്ട്. വാല്യൂ ഇൻവെസ്റ്റിംഗിൽ മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ പ്രാധാന്യം എടുത്തു കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. മാർജിൻ ഓഫ് സേഫ്റ്റി റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ബിസിനസിന്റെ ഇൻട്രിൻസിക് വാല്യൂ, അതിന് ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന വാല്യൂ, ഒരു ഇൻവെസ്റ്റർ അതിന് പേ ചെയ്യുന്ന വാല്യൂ, ഇത് തമ്മിലുള്ള വ്യത്യാസമാണ്. ഒരു വലിയ മാർജിൻ ഓഫ് സേഫ്റ്റി ഓവറോൾ ഇൻവെസ്റ്റ്മെന്റ് റിസ്ക് റെഡ്യൂസ് ചെയ്യും. കാരണം അത് കാണിക്കുന്നത് ആക്ച്വൽ വാല്യൂവും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള കാര്യമായ ഡിഫറൻസ് ആണ്. ഫിനാൻഷ്യൽസ് ആൻഡ് പ്രൈസ് എന്നിവയ്ക്ക് അപ്പുറത്തുള്ള ഫാക്ടേഴ്സ് കൂടി മാർജിൻ ഓഫ് സേഫ്റ്റി ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ കണക്കിലെടുക്കണമെന്ന് സജസ്റ്റ് ചെയ്തുകൊണ്ട് ഹൊവാർഡ് മാർക്സ് ഈ കൺസെപ്റ്റിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഹയസ്റ്റ് മാർജിൻ ഓഫ് സേഫ്റ്റി ഉള്ള അണ്ടർ വാല്യൂഡ് സ്റ്റോക്കുകൾ പിക്ക് ചെയ്യുമ്പോൾ എന്തായാലും കൺസിഡർ ചെയ്യേണ്ട കമ്പോണൻസ് ആണ് സ്റ്റെബിലിറ്റി, പ്രെഡിക്റ്റബിലിറ്റി ഓഫ് ഏർണിംഗ്സ് ആൻഡ് ഇൻഡസ്ട്രി ഔട്ട്ലുക്ക് എന്നിവ. 8th ലെസൺ, റെക്കഗ്നൈസിംഗ് മാർക്കറ്റ് എക്സ്ട്രീംസ്. മാർക്കറ്റ് സെന്റിമെന്റ്സിന്റെ എക്സ്ട്രീം ലെവലുകളെ കുറിച്ച് എപ്പോഴും അവെയർ ആയിരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും മാർക്സ് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് സെന്റിമെന്റ്സ് ഓവറായിട്ട് ശുഭപ്രതീക്ഷയിലായിരിക്കുന്നതോ അല്ലെങ്കിൽ ഓവറായിട്ട് നെഗറ്റീവായിട്ട് ഇരിക്കുന്നതോ ആണ് ഈ എക്സ്ട്രീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആളുകൾ ഓവറായി ശുഭപ്രതീക്ഷയിൽ ഇരിക്കുമ്പോൾ, അതായത് കാര്യങ്ങൾ എന്തായാലും ബെറ്റർ ആകും എന്ന് കരുതിയിരിക്കുമ്പോൾ ഇൻവെസ്റ്റ്മെന്റിന് അമിത വില നൽകാൻ അവർ റെഡിയാവും. അതേസമയം വളരെയധികം നെഗറ്റീവായിട്ട് ആളുകൾ ചിന്തിക്കുമ്പോൾ, അതായത് കാര്യങ്ങൾ എന്തായാലും കൂടുതൽ മോശമാകാനാണ് പോകുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഏത് വിലക്കും അസറ്റ് വിറ്റ് ഒഴിവാക്കാനും ആളുകൾ റെഡിയാവും. കാരണം എങ്ങനെ വിറ്റാലും അതാണ് അപ്പോൾ നല്ലത് എന്നായിരിക്കും അപ്പോഴത്തെ ആളുകളുടെ ചിന്ത. ഈ രണ്ട് സിറ്റുവേഷൻസും റെപ്രസെന്റ് ചെയ്യുന്നത് ആൾക്കൂട്ടത്തിന്റെ ചിന്താഗതി അൺസസ്റ്റൈനബിൾ ആയ ലെവലിലേക്ക് പ്രൈസിനെ കൊണ്ടെത്തിക്കുന്ന മൊമെന്റുകളാണ്. അത് മാർക്കറ്റ് കറക്ഷന്റെ റിസ്ക് വർദ്ധിപ്പിക്കും. അപ്പോൾ അത്രയുമാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഓർക്കുക, ലൈഫായാലും ഇൻവെസ്റ്റിംഗ് ആയാലും ബാലൻസിംഗ് ആണ് പ്രധാനം. മാർക്സ് അഡ്വൈസ് ചെയ്യുന്നത് നമ്മുടെ യൂഷ്വൽ റിസ്ക് നില തന്നെ മിക്ക സമയങ്ങളിലും നിലനിർത്തിക്കൊണ്ട് സിറ്റുവേഷൻ ശരിക്കും ആവശ്യപ്പെടുമ്പോൾ മാത്രം അഡ്ജസ്റ്റ്മെന്റ് നടത്താനാണ്. ഇന്ന് നമ്മൾ മാർക്സിന്റെ മെമോസിലെ 8 ഇമ്പോർട്ടൻറ്റ് ലെസൺസ് മാത്രമാണ് പറഞ്ഞത്. ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. ഹൊവാർഡ് മാർക്സ് 2 ഇൻഫോർമേറ്റീവ് ബുക്സ് എഴുതിയിട്ടുണ്ട്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇലുമിനേറ്റഡ് ആൻഡ് മാസ്റ്ററിംഗ് ദ മാർക്കറ്റ് സൈക്കിൾ എന്നീ സബ്ജക്റ്റുകളിലാണത്. പ്ലസ് അദ്ദേഹത്തിന്റെ മെമോകളിലൂടെ എല്ലാ മാസവും ഇൻസൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അദ്ദേഹം. അതുകൂടെ ചെക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ വ്യൂസ് കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇത് ഉപകാരപ്പെട്ടേക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.